എംപിമാരെ ഒരു കാരണവശാലും പരിഗണിക്കരുത്. രാജ്മോഹൻ ഉണ്ണിത്താൻ. കണ്ണൂരിലും കോന്നിയിലും അനിശ്ചിതത്വം തുടരുന്നതിനിടെ എംപിമാരെ മത്സരിപ്പിക്കരുതെന്ന് ആവർത്തിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി. ഒരാൾക്ക് മത്സരിക്കാൻ ഇളവ് നൽകിയാൽ കൂടുതൽ പേർ ആവശ്യമുന്നയിച്ചു വരുമെന്നും പാർട്ടിയുടെ പ്രതിച്ഛായയെ തന്നെ അത് ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഞാൻ മത്സരിക്കാനില്ല, മാത്രമല്ല പാർലമെന്റ് അംഗങ്ങൾക്ക് ഒരിക്കലും മത്സരിക്കാൻ അവസരം കൊടുക്കരുത് എന്ന്. ഏതെങ്കിലും ഒരാൾക്ക് അവസരം കൊടുക്കാൻ തയ്യാറായാൽ രണ്ടാമത്തെ ആൾ വരും, മൂന്നാമത്തെ ആൾ വരും. അത് പാർട്ടിയുടെ മുഴുവൻ പ്രതിച്ഛായയെയും ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യമായി ഈ മുന്നറിയിപ്പ് പാർട്ടിക്ക് കൊടുത്തത്. എംപിമാരുടെ ജോലി എന്ന് പറയുന്നത് അവരുടെ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന അസംബ്ലിയിലെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ആ ദൗത്യമാണ് അവർ ഏറ്റെടുക്കേണ്ടത്. എംപിമാർ മത്സരിക്കണമെന്ന് പറയുന്ന ഈ 2 മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടിരിക്കുന്ന കോന്നിയും കണ്ണൂരും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ പ്രശ്നം തീർന്നല്ലോ. പിന്നെ അവരെ ഒരിക്കലും ഇവിടെ സ്ഥാനാർത്ഥിത്വം വേണമെന്ന് പറഞ്ഞു നിൽക്കില്ലല്ലോ. എംപിമാരുടെ ആഗ്രഹങ്ങൾക്ക് തിരശ്ശീല വീഴണമെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടിയന്തരമായി നടത്തിയാൽ അതോടുകൂടി തീരുമല്ലോ. കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. പാർലമെന്റ് അംഗങ്ങൾക്ക് സീറ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞ എന്നെ കാണുന്നത് അദ്ദേഹത്തിന് ചതുർത്ഥി കാണുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ അദ്ദേഹത്തെ കാണുന്നില്ല, രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. കാസർഗോഡ് സ്ഥാനാർത്ഥി പട്ടികയിൽ താൻ ഇടപെട്ടിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. 2019 കാസർഗോഡ് മത്സരിച്ച് 40,438 വോട്ടിന് ജയിച്ച ഒരു എംപിയാണ് ഞാൻ. ആ മണ്ഡലം പൊന്നുപോലെ ഞാൻ നഴ്സ് ചെയ്തു. മണ്ഡലത്തിൽ എന്നെ അപമാനിച്ച, അവഹേളിച്ച, അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ആരെങ്കിലുമാണ് സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ അതിൻ്റെയൊക്കെ വിനാശകാലേ വിപരീത ബുദ്ധിയെന്നേ എനിക്ക് പറയാനുള്ളൂ. കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി എതിർക്കുന്ന ഒരാളിന് സീറ്റ് കൊടുത്താൽ അത് ഒരിക്കലും ഈ മുന്നണിയുടെ വിജയത്തിന് ഉതകുന്ന ഒന്നായിരിക്കില്ല, രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയോ UDFോ പ്രതിസന്ധിയിലാണെന്ന് വിശ്വസിക്കുന്നില്ല, തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കേരളത്തിലെ പൊതുജന സമൂഹം കഴിഞ്ഞ 10 വർഷത്തെ ഇടതുഭരണം അവസാനിപ്പിച്ച് അധികാരം UDFിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കാൻ കാത്തിരിക്കുന്ന സന്ദർഭമാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു.